സുഹൃത്തുക്കളെ, ഒരു അരമണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ നമ്മളെ കൊയിലാണ്ടി മേത്തലക്കണ്ടി റോഡിന്റെ അവസ്ഥയാണ്. ഇവിടെ ഇപ്പം നമ്മളിനി കാണാൻ വന്നറിയോ, ഈ മഴക്കാലത്ത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു സ്പോട്ടാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇതിന് അധികാരികൾ പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ആക്സിഡന്റ് ആവും, ഉറപ്പാണ്. കൊയിലാണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൗണാണ്. ഈ ടൗണിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് റോഡിന്റെ ഇരുവശം ഒരു ഡ്രെയിനേജ് സംവിധാനം ഉണ്ടെങ്കിൽ വെള്ളം അതിലേക്ക് കൂടി അങ്ങ് പോകും. പിന്നെ പറയാനുണ്ടോ? പക്ഷേ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇതിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് കാണേണ്ടി വരും. യെസ്, അത് തന്നെ എന്തായാലും ഇപ്പൊ ഡ്രെയിനേജ് അത്രയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് ഇതിന് പരിഹരിക്കാനുള്ള ഇതുണ്ടാവണം. ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ റോഡിലേക്ക് ചളി കയറും. ചളി കയറി കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പാവും. അതുകൊണ്ടാണ് ഈ ചളിയിലേക്ക് വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാവരും മേത്തും തെറിക്കുന്നുണ്ട്. ഇങ്ങനെ ചളി കുഴഞ്ഞെടുക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരില്ല, ഷോപ്പിലേക്ക് കടന്നു വരില്ല. ആ വേനൽക്കാലത്ത് ഇതിന്റെ പൊടി മൊത്തം ഷോപ്പുകളുടെ ഉള്ളിൽ സാധനങ്ങൾക്കുള്ളിൽ ഇല്ല. ആൾക്കാർ വരണ്ടേ? ആൾക്കാർ ഇന്ന് തന്നെ രണ്ടാൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി സ്ലിപ്പായി വരും. ഞാൻ നിൽക്കുന്നത് ന്യൂമാഹിന്റെ മുമ്പിലാണ്. ഇവിടെ നിങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചയല്ലേ? ബൈക്കിൽ പോകാൻ തെന്നി വീണ്. ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടത്, കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ. ഇപ്പൊ മഴക്കാലമൊക്കെ എന്താണ് അവസ്ഥ? സ്ഥിരമായിട്ട് വണ്ടികൾ വീണുകൊണ്ട് നിൽക്കും. ബ്രേക്ക് പിടിച്ചാൽ നിൽക്കൂല, തെന്നി വീണോണ്ട് പോകും. ഇപ്പോഴത്തെ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ആയിട്ടില്ല. സാധാരണ ചളി കിട്ടില്ല. ഈ മണ്ണടിച്ചതിന് ശേഷം കൂടുതൽ അപകടാവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം, കാരണം ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ അപകടം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. കാരണം ഇവർക്ക് കണ്ട് മടുത്ത് അത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.